മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല. ഇപ്പം എല്ലാവരും പറയുന്നത് സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, പരിശോധന. ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതി അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. സെൻട്രൽ വാട്ടർ കമ്മീഷൻ വെച്ച നിർദ്ദേശം സുരക്ഷാ പരിശോധന ആവശ്യമാണ്. പക്ഷെ അങ്ങനെ സുരക്ഷാ പരിശോധന നടത്തുമ്പോൾ അതിനൊരു സമയബന്ധിതമായിട്ടുള്ളൊരു പരിശോധനയായിരിക്കണം. അതൊരു വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഇതിന് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് വിവിധങ്ങളായ കാഴ്ചപ്പാട് ആളുകൾക്കുണ്ട്. ഇത് സേഫാണെന്ന് ഒരു കൂട്ടർ പറയുന്നു, അൺസേഫ് ആണെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. കൃത്യമായ ഡാറ്റ വെച്ച് നമുക്ക് പറയാൻ കഴിയും ഈ ഡാം അൺസേഫ് ആണ്. കാരണമുണ്ട്. ഇതിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കൃത്യമായ പഠനം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഈ പഠനങ്ങളൊന്നും കൃത്യമായിട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഇപ്പം തന്നെ ഒന്നാമത് ഡാം സേഫ്റ്റി ഡ്യൂട്ടി ഏജിങ് പറയുന്നുണ്ട്. ഒരു ഡാമിൻ്റെ ഏജ് പറയുന്നത് 50 ഇയേഴ്സാണ്. പക്ഷെ 130 വർഷമായി കഴിഞ്ഞു, അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഡാം വാസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് സ്റ്റോൺ റബ്ബിൾ മേഴ്സറഡ് വിത്ത് ലൈം മോർട്ടാർ. അതാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഈ ഗ്രൗട്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് പോകുന്നത്. അൺസേഫാണത് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് വാട്ടർ സീപ്പേജ് വരുന്നുണ്ട്. അതിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തത് 1979 റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1964 വീക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡാം തന്നെ. അത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് അന്ന് പറഞ്ഞത് വീക്കാണെന്ന്. 79 കമ്മിറ്റി ലീക്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CWC 1979 ലീച്ചിങ് ഓഫ് ലൈം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 30.48 മെട്രിക് ടൺ ലീച്ചിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് 2024 എത്തി നിൽക്കുകയാണ്. ആ ലീച്ചിങ്ങിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 1371.6 മെട്രിക് ടണ്ണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ലീച്ചിങ് അവിടെ നടക്കുന്നുണ്ട്. മെയിൻ്റനൻസ് കൊണ്ടൊന്നും അത് പരിഹരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ഡാമിൻ്റെ സിസ്മിക് ഏരിയ. ഇപ്പം ആക്റ്റീവ് സോൺ 3 ഡാം കിടക്കുന്നത്. ആക്റ്റീവ് സോൺ എർത്ത് ക്വേക്കിന് മെഷർ ചെയ്യുന്നത് 4.5 റിച്ചർ സ്കെയിലിൽ 1988 ജൂൺ 7 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡാമേജുമായി ബന്ധപ്പെട്ട് 2011 കേരള സർക്കാർ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് നിലവിലുണ്ട്. അന്ന് ഡാം സൈഡിലുള്ള ആ പ്രദേശത്തുള്ള 20 കിലോമീറ്റർ ചുറ്റളവിലെ സ്കൂളുകളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കേരള സർക്കാർ തന്നെ. അപ്പോൾ ഡാം സേഫാണെന്ന് പറയുകയും പുതിയ ഡാം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഈ അൺസേഫ് ആയിട്ടുള്ള ഡാമിന് വരുന്ന കാഷ്വാലിറ്റിക്ക് ആര് ഉത്തരവാദിയാവും? കേന്ദ്രം ഉത്തരവാദിയാവുമോ? കേരളം ഉത്തരവാദിയാവുമോ? കോടതികൾ ഉത്തരവാദിയാവുമോ? തമിഴ്നാട് ഉത്തരവാദിയാവുമോ? അപ്പോൾ ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണിത്. സെവറൽ ട്രമേഴ്സ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതായത് 2011 മുതൽ 2023 വരെയുള്ള ട്രമേഴ്സ് 26 എണ്ണമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഡാം സൈറ്റ് ഏരിയയിൽ. അതുപോലെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എല്ലാവരും പറയുന്നുണ്ട്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കറക്റ്റാണ്, അത് മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ. നല്ല IITയുടെ റൂർക്കി 2009 അവരുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്നോ? was likely to face damage in the event an earthquake of the magnitude of 6.5 on the Richter scale struck in its vicinity എന്നാണ്. ഇത് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പാർട്ട് 1 സിസ്മിക് എഫക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എർത്ത് എഞ്ചിനീയറിംഗ് IIT റൂർക്കി ഫൈനൽ റിപ്പോർട്ട് 27/2011 തന്നെ പറഞ്ഞിരിക്കുന്നു. അതൊന്നും വെളിച്ചത്തേക്ക് വരുന്നില്ല. അതുപോലെ IIT ഡൽഹി പറയുന്നുണ്ട് 2015 അവരുടെ റിപ്പോർട്ടിൽ ആഫ്റ്റർ കണ്ടക്ടിങ് എ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഓഫ് പ്രോബബിൾ മാക്സിമം ഫ്ലഡ് PMF ആൻഡ് ഫ്ലഡ് റൂട്ടിംഗ് സ്റ്റഡി കൺക്ലൂഡഡ് ദാറ്റ് ദി പ്രസന്റ് മുല്ലപ്പെരിയാർ ഡാം ഈസ് ഹൈഡ്രോളജിക്കലി അൺസേഫ് എന്നാ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ആരോ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. 2014 സുപ്രീം കോടതിയുടെ വിധിയിൽ സേഫ് എന്ന് പറയാൻ കാരണം എന്താ? പിന്നെ ഈ റിപ്പോർട്ടുകളൊന്നും പരിശോധിക്കാതെയാണോ? അപ്പോൾ ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നിട്ടില്ലെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ടാണ് കേരളത്തിന് അന്ന് എതിരായിട്ടൊരു വിധി ഉണ്ടായത്. പിന്നെ ഒരു സ്റ്റഡി പറയുന്നത് ഏജിങ് വാട്ടർ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എമർജിങ് ഗ്ലോബൽ റിസ്ക് റിലീസ്ഡ് ബൈ UN യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത്. അവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്
സിറ്റുവേറ്റഡ് ഇൻ എ സിസ്മിക് ആക്റ്റീവ് ഏരിയ എന്നാ. സിഗ്നിഫിക്കൻറ്റ് ഇൻഹറൻറ്റ് ഡിസൈൻ ഡിഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്. സിഗ്നിഫിക്കൻറ്റ് സ്ട്രക്ചറൽ ഫ്ലോസ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസസ് റിസ്ക് ടു 3.5 million people ഇഫ് ദി 100+ years ഓൾഡ് ഡാം വെയർ ടു ഫെയിൽ എന്നാണ്. ഇപ്പോൾ 100 years മാറി 130 years ആയി. 3.5 million മാറി 1,25,00,000 ജനങ്ങൾ പ്രത്യക്ഷത്തിൽ കേരളത്തിൽ വന്ന് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും അടക്കം എത്ര കോടി വരും? ഇതൊന്നും സർക്കാർ പരിഗണിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ പോപ്പുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള പോപ്പുലേഷൻ അല്ല പറഞ്ഞു വരുന്നത്, അത് കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ സ്ട്രെങ്തനിങ് മെഷേഴ്സ്, CWC തന്നെ സ്ട്രെങ്തനിങ് മെഷേഴ്സ് തമിഴ്നാട് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഒരു ഭാഗത്ത്. കാരണം എന്താ, ഇത് മെയിൻ ഡാമിനെ മാത്രമേ സ്ട്രക്ചറലി മെയിൻ്റെനൻസ് ചെയ്തിട്ടുള്ളൂ. മെയിൻ ഡാമിന് മാത്രം ചെയ്ത ബേബി ഡാം എന്ത് ചെയ്യും? ആക്സിലറി ഡാമല്ലേ ബേബി ഡാം, അതൊന്നും ചെയ്തിട്ടില്ല. ആക്സിലറി ആയിട്ടുള്ള ബേബി ഡാം വീക്കസ്റ്റ് ലിങ്ക് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. വീക്കസ്റ്റ് ലിങ്ക് ഇൻ ദി ഡാം സിസ്റ്റം. അതിലുപരിയായിട്ടോ സ്ട്രെങ്തനിങ് മെഷേഴ്സ് അണ്ടർടേക്കൺ ഡിഡ് നോട്ട് അഡ്രസ് ദ വീക്കസ്റ്റ് ലിങ്ക്. എവിടെയാണോ വീക്കായിട്ട് നിൽക്കുന്നത് അവിടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ബേബി ഡാമിന് എന്തെങ്കിലും തകർച്ച വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ സ്പിൽവേ കപ്പാസിറ്റി was increased to negotiate flood situation while implementing the strengthening measures. അവർ പറഞ്ഞിട്ടുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ സേഫ്റ്റി കൺസേണുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഡ്യൂറിങ് ദ റീസെൻറ്റ് പാസ്റ്റ്, പർട്ടിക്കുലർലി ഇൻ ദ പാസ്റ്റ് 7 years, 7 വർഷമായിട്ട് കേരളത്തിൻ്റെ ഒക്കെ ചരിത്രം തന്നെ എടുക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ വലിയ ക്രിറ്റിക്കൽ സിറ്റുവേഷനിലാണ് പോകുന്നത്. മഴ മാറി വരുന്നു, ശരിയാ, മഴയുടെ അളവ് മാറിയിട്ടുണ്ട്. ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ടാകുന്നുണ്ട്. ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് നമ്മൾ കാണുന്നു. ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ ഉണ്ടായിരുന്ന അതാണ്. ഇതുപോലൊരു ക്ലൗഡ് ബേസ്ഡ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്തിലുണ്ടായി. ആ ഡാം ഓവർഫ്ലോ ചെയ്യാൻ ഇട വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ചിലർ പറയുന്നുണ്ട് ഇടുക്കി ഡാം താങ്ങുന്നു. താങ്ങില്ല. ഇടുക്കി ഡാമിൽ ഒരു കാലത്ത് 56 TMC വെള്ളം നിറഞ്ഞ സമയമുണ്ട്. ആകെ എൻ്റെ കപ്പാസിറ്റി 70 നമുക്കറിയാം. 56, 4, 60, 10, 70, 14 TMC വെള്ളം വീണ്ടും കൊള്ളാം. മുല്ലപ്പെരിയാർ ഡാമിലെ 16 TMC വെള്ളം ഓവർഫ്ലോ ചെയ്ത് പൊട്ടി വരെയാണെന്നുണ്ടെങ്കിൽ ഈ 14 TMCയിൽ ഒതുങ്ങുമോ? ഇല്ല. അപ്പോൾ ഇടുക്കി പൊട്ടും. അപ്പോൾ അതിൻ്റെ ചെറുതോണി, കുളമാവ് അടക്കമുള്ളതിന് ഭീഷണിയാണ്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല. കേരളത്തിൻ്റെ ദുസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എത്രയും ഈ ലാൻഡ് സ്ലൈഡാണ്. ഭൂമി കുലുക്കം മാത്രമല്ല, ഭൂകമ്പങ്ങൾ മാത്രമല്ല, മണ്ണ് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ, ചരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ മണ്ണ് ഒലിപ്പ്, ഇതെല്ലാം എത്രയോ ജീവൻ അപായം വന്നു കഴിഞ്ഞു. അത് നമുക്കിനി തുടർന്ന് ഈ പ്രദേശങ്ങളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ വലിയ പ്രശ്നത്തിനിട വരും. ഇടുക്കി ജില്ല തന്നെ ഇത് കണ്ടതാ. 143 ലാൻഡ് സ്ലൈഡ്സ് അവിടെ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ പറയുന്നതല്ല, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി തന്നെ കൃത്യമായിട്ട് ഡാറ്റ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹൈഡ്രോളജി ഡയറക്ടറേറ്റ് റിപ്പോർട്ട് 2018 അത് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 43% കേരളത്തിലെ ലാൻഡ് ഏരിയ മുഴുവനും ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും ഉള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഭീഷണിയാണ് കേരളത്തിന്. അതുകൊണ്ടാണ് ഈ ഡാമിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ നമ്മൾ പറയുന്നത്. ഈ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആരെയും ഭീതിപ്പെടുത്താനല്ല, യഥാർത്ഥത്തിൽ അൺസേഫ് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. നമുക്ക് ഈ ഡാമിലെ വെള്ളം കൊണ്ട് കേരളത്തിനൊരു മെച്ചമില്ല. എന്നാൽ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന് നമ്മൾ സുലഭമായ വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? നമുക്ക് സുലഭമായി കിട്ടുന്ന വെള്ളം തരുന്ന ഒരു കേരളം എന്നുള്ളൊരു രാജ്യം നിലനിൽക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആവലാതി, ആശങ്ക, ഭയാശങ്ക അകറ്റാൻ, ഈ വാട്ടർ ലെവലൊന്ന് കുറയ്ക്കാൻ വേണ്ടി തമിഴ്നാട് കൂടി നമ്മളോടൊപ്പം നിൽക്കേണ്ടതിന് പകരം തമിഴ്നാട് ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള മട്ടിലുള്ള പോക്ക് ശരിയല്ല. അതിനാണ് നമ്മൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇടപെടണമെന്ന് പറയുന്നത്. ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടാണ്, യഥാർത്ഥത്തിൽ ഇൻ്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് അല്ല. ആ രീതിയിലേക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കണം. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതായത് ഈ എക്സ്പെർട്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ പഠനമൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ എക്സ്പെർട്ട് ഗ്രൂപ്പും പഠനമൊക്കെ നടന്നിട്ടുണ്ടോ. എല്ലാ എക്സ്പെർട്ട് ഗ്രൂപ്പുകൾ പഠിക്കുമ്പോഴും കേരളത്തിന് പ്രതികൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ്.
ഇത് കേരളത്തിന് അനുകൂലമായിട്ടൊരു റിപ്പോർട്ടും ഇല്ലാതെ കേരളം തന്നെ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ അടുത്ത സമയത്താണ് നമ്മൾ കണ്ട നവകേരള സദസ്സ്. കേരളം മൊത്തം മന്ത്രിമാർ നമ്മൾ നവകേരള സദസ്സ് നടത്തിയല്ലോ. ഈ നവകേരള സദസ്സ് 2023 ഉണ്ടായപ്പോൾ എല്ലാ സ്റ്റേഷനിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക പങ്കുവയ്ക്കാനുള്ള നിവേദനം കൊടുത്തു. കേരള സർക്കാർ നമുക്ക് തന്നിരിക്കുന്ന മറുപടി എന്താണെന്നറിയുമ്പോൾ ദിസ് ഈസ് ആൻ ഇംപെൻഡിങ് ഡിസാസ്റ്റർ എന്നാ കൃത്യമായിട്ട് നമ്മുടെ രേഖ ഇവിടെയുണ്ട്. കേരള സർക്കാർ നവകേരള സദസ്സ് നടത്തിയപ്പോൾ നമ്മൾ അതിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺ എന്താ കേരളത്തിൻ്റെ എന്ന്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് വാട്ടേഴ്സ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ജലവിഭവ വകുപ്പിൽ നിന്നും ചീഫ് എഞ്ചിനീയർ നമുക്ക് തന്നിട്ടുള്ള കത്താണ്. ഇംപെൻഡിങ് ഡിസാസ്റ്റർ എന്നാണ് ആ കത്തിൽ പറയുന്നത്. ആ കത്തിൻ്റെ ലാസ്റ്റ് പേജ് ഒന്ന് നോക്കുക. ഈ മഞ്ഞ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആണ് ഇംപെൻഡിങ് ഡിസാസ്റ്റർ എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. വരാൻ പോകുന്ന ദുരന്തം ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് ഒരു കത്ത്, മെമ്മോറാണ്ടം എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട സഹായം ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് തുറന്നു പറഞ്ഞത് ഇതിന് ഉത്തരവാദി ആരാന്നുള്ളത്. ഒരു മനുഷ്യനും അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ അടുത്ത സമയത്ത് മുല്ലപ്പെരിയാർ ഡാം ഇൻ കേരള, വാട്ട് നീഡ് ടു ബി അർജന്റ്ലി ഡൺ, നോ നീഡ് ഓഫ് ന്യൂ ഡാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ഡാം അല്ല ആവശ്യം, നിലവിലുള്ളതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ മാറ്റുക എന്നുള്ളതാണ്. അത് സുരേഷ് ഗോപി വശം നമ്മൾ ചന്ദ്രകാന്ത്, രഘുപതി പാട്ടീൽ, ശ്രീ വി സോമണ്ണ, ശ്രീ രാജ് ബഹാദൂർ ചൗധരി എന്നീ മന്ത്രിമാർക്കും നമ്മൾ കൊടുത്തു. ഇതിലേറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ മെട്രോമാൻ നിർദ്ദേശിച്ച നിർദ്ദേശമാണ്, ടണൽ എന്നുള്ള നിർദ്ദേശം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നമ്മൾ ഈ ഗ്രാഫായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ഡയഗ്രാം ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവെയർ ഇൻഡിക്കേറ്റിംഗ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ പ്രപ്പോസ്ഡ് ടണൽ 50 ഫീറ്റ് 106 ഫീറ്റ് എന്നുള്ള ഒരു ഡയഗ്രാമാണിത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ മൊത്തം ഡാമിൻ്റെ ഇതാണ് നമ്മളുടെ മുല്ലപ്പെരിയാർ ഡാം. ഈ ഡാമിൽ ഇപ്പം നിലവിലൊരു എക്സിസ്റ്റിംഗ് ടണൽ ഉണ്ട്. അത് 106 അടിയിലാണ് എക്സിസ്റ്റിംഗ് ടണൽ. ഈ മെയിൻ ഡാമിന് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് സ്പിൽവേയും റൈറ്റ് സൈഡിൽ ബേബി ഡാമുമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഇത് ഡാമേജ് ആയതുകൊണ്ട് മെയിൻ്റനൻസ് ചെയ്യുന്നു, ബേബി ഡാം ഡാമേജ് ആണ്, മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല. അതുപോലെ സ്പിൽവേ ഷട്ടേഴ്സിൻ്റെ എണ്ണം 20 എന്ന് പറയുന്നുണ്ട്, നിലവിൽ 13 ഷട്ടറേ ഉള്ളൂ. അപ്പോൾ അവിടെ പോരായ്മയുണ്ട്. അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് ടണൽ വരുന്നത് 50 മീറ്ററിലാണ് നമ്മുടെ. അതിൻ്റെ ഫിഗറാണ് ഇനി അടുത്തത് കാണിക്കാനുള്ളത്. അത് സ്റ്റേറ്റ് ഓഫ് കേരള പടിഞ്ഞാറ് വശമാണ്. ഡാമിൻ്റെ എലിവേഷനാണ് ഈ കാണുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ടോപ്പ് 155 അടിയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. 136 അടിയിലാണ് ആദ്യം ജലം ഉണ്ടായിരുന്നത്. അതിനെയാണ് 142 അടിയിലേക്ക് മാറ്റിയത്. 100 അടി എന്ന് പറയുന്നത് ഇതാണ്, 50 അടി ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് 136 അടിയിൽ ജലം നിൽക്കുമ്പോഴാണ് ഓൾഡ് ടണലിൽ നിന്നും 106 അടി വരുന്ന ടണലിൽ നിന്നും വെള്ളം തമിഴ്നാടിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എക്സിസ്റ്റിംഗ് ടണൽ. ഇനി നമ്മൾ ന്യൂ വാട്ടർ ലെവല് താഴ്ത്തണം എന്ന് പറയുന്നത് 100ലേക്കാണ്. കാരണം 50നും 100നും ഇടയിലാണ് ഡെഡായി കിടക്കുകയാണ് ഈ വെള്ളം. ഇത് ആർക്കും ഉപയോഗമില്ലാതെ ഡാമിൽ കിടക്കുന്ന ഈ വെള്ളത്തിന് 100 അടിയിലേക്ക് നമ്മൾ ലെവല് കൊണ്ടുവന്ന് അതിൻ്റെ താഴെ 50 അടിയിലേക്ക് ന്യൂ ടണലാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം 106 ടണൽ അടിയിലുള്ള ടണലിൽ നിന്ന് യഥേഷ്ടം സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടിന് വെള്ളം കൊടുക്കുമ്പോൾ തന്നെ ഡെഡായി കിടക്കുന്ന വെള്ളം ന്യൂ ടണൽ വഴി 50 അടിക്ക് തമിഴ്നാടിന് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവരെ സംബന്ധിച്ചോളം 106 അടിയിലും ടണലുണ്ട്, 50 അടിയിലും ടണലുണ്ട്, സുലഭമായി വെള്ളം കിട്ടും, ഒരു പ്രശ്നവുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയുള്ള ഏറ്റവും പ്രധാനം. സുരക്ഷ എന്നുള്ള കോൺസെപ്റ്റിൽ വരുമ്പോൾ ഇതെന്തുകൊണ്ട് എടുത്തുകൂടാ? ഇതിനെ തമിഴ്നാട് എതിർക്കില്ല. കാരണം തമിഴ്നാടിനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ജനതയെ പറഞ്ഞ് മനസ്സിലാക്കി ആ ജനത പഠിച്ചാൽ ഒരു കാരണവശാലും തമിഴ്നാട് എതിർക്കില്ല. അവരുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സുലഭമായി കിട്ടുമെന്ന് ഈ ഡയഗ്രത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഇത് ടണൽ സംവിധാനത്തിൻ്റെ ഡയഗ്രമാണ്. ഇതാണ് നമ്മൾ കേരളത്തെയും തമിഴ്നാടിനെയും അധികാരികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
അതുപോലെ തന്നെ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ നിർദ്ദേശം ടണലാണ് ഉചിതം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പരിഹാര മാർഗം നമുക്ക് എത്രയും അടിയന്തരമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കും. അവരുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി ഇതിനൊരു അന്തിമ പരിഹാരം ഉണ്ടാകും എന്ന് മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാം ഏകോപന സമിതിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.